നമസ്കാരം. കാണുക, കേൾക്കുക, അഭിമാനിക്കുക. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഈ എപ്പിസോഡിലേക്ക് ഞാൻ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ന്യൂജേഴ്സിയിൽ നിന്നും ഒരു അതിഥിയാണ് കടന്നു വന്നിരിക്കുന്നത്. കേരളത്തിലെ വെറ്ററിനറി മെഡിക്കൽ ഡിഗ്രി എടുത്തതിന് ശേഷം കേരളത്തിൽ ജോലി ചെയ്തു. അതിനുശേഷം അമേരിക്കയിലേക്ക് കടന്നു വന്ന് MS-ഉം PhD-യും കരസ്ഥമാക്കി ഇപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിൽ എന്ന് പറയുമ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് രംഗത്ത് ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന Dr.Mini ഭരതൻ ആണ് ഇന്നത്തെ നമ്മുടെ പ്രവാസ ഗോപുരം. Dr.Mini ഇപ്പോൾ സെലാക്റ്റിസ് എന്ന കമ്പനിയിലെ പ്രോഗ്രാം ലീഡറായി ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അസോസിയേഷൻ ഓഫ് കേരള വെറ്റ്സ് ഇൻ നോർത്ത് അമേരിക്ക എന്ന സംഘടനയുടെ 2017-2018 സെക്രട്ടറിയുമായിരുന്നു. Dr.Miniയെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഡോക്ടർ ഇപ്പോൾ ന്യൂജേഴ്സിയിലാണല്ലോ താമസിക്കുന്നത്. എത്ര നാളായി അമേരിക്കയിലേക്ക് കടന്നു വന്നിട്ട് ന്യൂജേഴ്സിയിൽ എന്ന് പോലെ താമസിക്കുന്നു? 2005 അമേരിക്കയിലേക്ക് വന്നത്. പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. മൂപ്പം പറഞ്ഞ പോലെ ഇപ്പോൾ ന്യൂജേഴ്സിയിൽ 2016 മുതലാണ് താമസിക്കുന്നത്. നമ്മുടെ ഈ ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നാട്ടിലെ വെറ്ററിനറി ഡോക്ടറായിട്ട് ജോലി ചെയ്തു, അവിടെ പഠനം പൂർത്തീകരിച്ചു. എന്നാൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമേരിക്കയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം അല്ലെ, എന്ത് കാരണത്താലാണ് അമേരിക്കയിലേക്ക് കടന്നു വന്നത്? പണ്ട് പറഞ്ഞ പോലെ ഞാൻ നാട്ടിൽ വെറ്റനറി സർജനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പഠിക്കാനുള്ളൊരാഗ്രഹം എന്നും മനസ്സിലുണ്ടായിരുന്നു, തുടർന്ന് പഠിക്കണമെന്ന്. പക്ഷേ വെറ്റനറി ജോലി കിട്ടിക്കഴിഞ്ഞ ശേഷം വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നോക്കിയില്ല. ശേഷം ഒരു 8 കൊല്ലം ആയപ്പോഴത്തേന് നമുക്ക് ഒരു മൊണോട്ടോണസ് വർക്കാണ്. ഡെയിലി നമ്മൾ ട്രീറ്റ് ചെയ്യണു, ഡിഫറെൻറ്റ് ഡിസീസസ് കാണുന്നു. അപ്പോൾ തോന്നി മേ ബി കുറച്ചും കൂടെ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ തോന്നിയ ഒരാഗ്രഹമാണ്, എന്നാൽ ഒന്ന് പഠിക്കാൻ ട്രൈ ചെയ്യാം. അത് ഒരു കുറച്ചും കൂടെ എനിക്ക് അന്ന് മുതലേ ഇമ്മ്യൂണോളജിയിൽ ഭയങ്കര താല്പര്യമാണ്, വെറ്റനറിക്ക് പഠിക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്നാൽ അതിലൊന്ന് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അമേരിക്കയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടിയാണ് കടന്നു വന്നത്, ആ പർപ്പസിന് വേണ്ടിയാണ് കടന്നു വന്നത്. പ്രീ ഡിഗ്രി അതിനുശേഷം ഇവിടെ വന്ന് MS, PhD ഒക്കെ കരസ്ഥമാക്കി. പ്രീ ഡിഗ്രി മുതൽ PhD വരെയുള്ള പഠനകാലത്തെക്കുറിച്ച് ചുരുക്കമായിട്ടൊന്ന് പറയാമോ? അതുപോലെ തന്നെ പ്രീ ഡിഗ്രിക്ക് ശേഷം എന്തുകൊണ്ടാണ് ഈ വെറ്ററിനറി മെഡിസിൻ തിരഞ്ഞെടുക്കാൻ കാരണം? ഞാൻ 10th ഞാൻ പഠിച്ചതൊക്കെ കായംകുളത്ത് സെൻറ്റ് മേരീസ് സ്കൂളിലാണ്. 10th കഴിഞ്ഞ ശേഷം പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. അന്ന് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ, ഇപ്പോഴത്തെ പോലെയല്ല. അന്ന് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ബിഷപ്പ് കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് മാത്തും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു അഡീഷണൽ മാത്സും എടുക്കുന്നുണ്ടായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം എൻട്രൻസ് എഴുതി, 2 എഞ്ചിനീയറിംഗ് എൻട്രൻസും എഴുതി, മെഡിക്കൽ എൻട്രൻസും എഴുതി. അന്ന് എഞ്ചിനീയറിംഗ് എൻട്രൻസ് റിസൾട്ട്സാണ് ആദ്യം വരിക. അപ്പോൾ എനിക്കന്ന് എഞ്ചിനീയറിംഗ് കിട്ടി. അപ്പോൾ ഞാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ എൻട്രൻസ് റിസൾട്ട്സ് വരിക. അങ്ങനെ വെറ്റനറി കിട്ടി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ജോലി കിട്ടാൻ എഞ്ചിനീയറിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ വെറ്റനറിക്ക് അന്ന് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു, ഓക്കെ ദാറ്റ്സ് എ ബെറ്റർ കോഴ്സ് ആൻഡ് ഐ ഓൾസോ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ്. അങ്ങനെ വെറ്റനറിക്ക് ജോയിൻ ചെയ്തു. നാട്ടിലെ പഠനത്തിന് ശേഷം കുറേ നാൾ നാട്ടിൽ ജോലി ചെയ്തു. അതിനുശേഷം അമേരിക്കയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇവിടെ MS-ഉം PhD-യും എടുത്തല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, സ്പെഷ്യലൈസേഷൻ എന്തൊക്കെയായിരുന്നു? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നത് സൗത്ത് ഡക്കോട്ട എന്ന് പറയുന്ന ഒരു സൗത്ത് ഡക്കോട്ട സ്റ്റേറ്റിലാണ്. അന്ന് നാട്ടിൽ നിന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സൗത്ത് ഡക്കോട്ടയാണോ ന്യൂജേഴ്സി ആണോ. ക്ലൈമറ്റ് വൈസ് ഇറ്റ്സ് സോ ഡിഫറെൻറ്റ് ഫ്രം ന്യൂജേഴ്സി. അങ്ങനെ മാസ്റ്റേഴ്സ് ന്യൂട്രീഷണൽ ഇമ്മ്യൂണോളജിയിലാണ് ഞാൻ അവിടെ മാസ്റ്റേഴ്സ് ചെയ്തത്. അതിനുശേഷം ഐ വാണ്ടഡ് ടു ഫോക്കസ് മോർ ഓൺ ദ ഡിസീസ് ഏരിയാസ്. അങ്ങനെ വെർജീനിയ ടെക്കിൽ PhD ചെയ്തു ഇമ്മ്യൂണോളജിയിൽ. ഞാൻ അതിൽ ഡെൻഡ്രിറ്റിക് സെൽ ഒരു വാക്സിൻ, ഡെൻഡ്രിറ്റിക് സെൽസ് ബേസ്ഡ് വാക്സിൻ
ഒരു മൈക്രോ ഓർഗാനിസം കോൾഡ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എൻ്റെ റിസർച്ച്. ഓക്കെ. ഇമ്മ്യൂണോളജി പ്രത്യേകം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ ഈ വെറ്ററിനറി മെഡിസിനും ഇമ്മ്യൂണോളജിയുമായിട്ട് എന്തെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ നല്ല കണക്ഷൻ ഉണ്ട് അത്. എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എ ബ്രാഞ്ച് ഓഫ് സയൻസ്. നമ്മളുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ടു ഫോറിൻ സബ്സ്റ്റൻസസ് ഓർ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ് ഓർ ടു ക്യാൻസേഴ്സ് എക്സെട്ര. അതാണ് നമ്മൾ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ്. ഒരു 1990 ഇമ്മ്യൂണോളജി എങ്ങനെയായിരുന്നു, ഇറ്റ്സ് സോ ഡിഫറെൻറ്റ് നൗ ബിക്കോസ് ഇറ്റ്സ് സോ ഡെവലപ്ഡ് ആൻഡ് ഇറ്റ്സ് സോ ഡെവലപ്ഡ് ഇൻ എ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് നൗ ഗവേണിംഗ് ദ ഫീൽഡ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. അത്രയും ഇമ്പോർട്ടൻ്റ് ഡെവലപ്പ് ചെയ്തു ഇമ്മ്യൂണോളജി. ഞാൻ വെറ്ററിനറി കോളേജിൽ പഠിച്ച ഇമ്മ്യൂണോളജി അല്ല ഇന്ന് കുട്ടികൾ പഠിക്കുക അവിടെ. അത്രയും ഡിഫറൻസ് ഉണ്ട്. സോ ഈ ഏത് ഡിസീസ് ആണെങ്കിലും എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഒരു രോഗപ്രതിരോധം അതിന് ഇൻഹറൻ്റ് ആയിട്ടുണ്ട്. ആ ഒരു ബ്രാഞ്ചാണ് ഇമ്മ്യൂണോളജി. അത് വെറ്ററിനറി ആയാലും ഹ്യൂമൻ മെഡിസിൻ ആയാലും ഈവൻ പ്ലാന്റ്സ് ആയാലും എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും ഉള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ദർ ഇസ് എ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ ദ ബോഡി. അതാണ്. സോ ഇറ്റ് ഈസ് നോട്ട്, നമുക്കതിനെ വെറ്ററിനറിന്നോ അല്ലെങ്കിൽ ഹ്യൂമനെന്നോ പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അത് ഇറ്റ്സ് ഇന്റർറിലേറ്റഡ്. Yeah, it doesn't matter. Yeah, it actually studies how your body responds to foreign agents. Okay. ഈ വെർജിനിയ ടെക് നമ്മുടെയൊക്കെ നാട്ടിലൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം ടെക്നിക്കൽ സൈഡിലുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും. വെർജിനിയ ടെക്കിൽ ഇത്രയും സ്റ്റഡീസ് PhD ഒക്കെ ഉള്ള സൗകര്യങ്ങളും ലാബുകളും ഒക്കെ ഉണ്ടോ? വെർജിനിയ ടെക് ഈസ് എ ലാർജ് യൂണിവേഴ്സിറ്റി. അവിടെ ഒട്ടുമിക്ക വലിയ യൂണിവേഴ്സിറ്റികളിലും ബയോളജിക്കൽ സയൻസസ് ഈസ് ദെയർ. സെപ്പറേറ്റ് വിങ് ആണ്, സെപ്പറേറ്റ് കോളേജാണ്. അവർക്കും ഒരു വെറ്ററിനറി കോളേജ് ഉണ്ട് അവിടെ. എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പല യൂണിവേഴ്സിറ്റികളും പല കോളേജസ് അല്ലേ, പല എഞ്ചിനീയറിംഗിന് വേറെ കോളേജ് ഇൻസൈഡ് ദ യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ പല ക്യാമ്പസാണ്, പല ഇപ്പോൾ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആർട്സ് കോളേജസ് ഉണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, മെഡിക്കൽ കോളേജസ് ഉണ്ട്. പക്ഷേ അതെല്ലാം പല ക്യാമ്പസുകളിലാണ്, പല ഏരിയാസിലാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടുത്തെ ഇൻ ജനറലാണ് ഞാൻ പറയണത്, അല്ലാത്ത വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇൻ ജനറലായിട്ട് എല്ലാ കോളേജസും വിച്ച് ഇസ് ബേസ്ഡ് ഇൻ എ സെയിം ക്യാമ്പസ് ഓർ വെരി ക്ലോസ് ടു ദ ക്യാമ്പസ്. അതാണ്. ഓക്കെ. അതുപോലെ കുറേ നാളുകളായിട്ട് ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റിലാണല്ലോ, ആ ഫീൽഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണ്? ഇപ്പം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ് നമ്മൾ ടെക്നിക്കൽ ടൈം പറയുന്നെങ്കിലും ഒരു 99% ആൾക്കാർക്ക് അത് അറിയാമെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാമോ? അതുപോലെ തന്നെ ഡ്രഗ് ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ, ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ്? ഇത് രണ്ടിൻ്റെ എന്താണ് ഇത്? ഈ ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ് അല്ല ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്താണ്? ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഡ്രഗ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഡ്രഗ് ഡെവലപ്മെൻറ്റിൽ തന്നെ പല ഫേസസ് ഉണ്ട്. അതിൽ അതിന് ഡിസ്കവറി എന്ന് പറയും. അതിൽ എൻ്റെ എക്സാക്ട് മലയാളം എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം അതിലാണ് നമ്മൾ ഒരുപാട് കോമ്പൗണ്ട്സ് നമ്മൾ സ്ക്രീൻ ചെയ്യും ടു ഫൈൻഡ് എ ലീഡ് കോമ്പൗണ്ട്. And then it goes to another developmental stage of drug development, which is called preclinical research. അവിടെ ഈ ഡ്രഗ്സ് ലീഡ് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യും? ഒന്നുകിൽ ഡിഫറെൻറ്റ് ആനിമൽ മോഡൽസ് അല്ലെങ്കിൽ പല ഇൻവിട്രോ എന്ന് വെച്ചാൽ സെൽ ലൈൻസ്. എക്സാമ്പിൾ അതാണ്, സെൽ ലൈൻസ്, സെൽ കൾച്ചേഴ്സിലൊക്കെ ഈ ഡ്രഗിൻ്റെ ഇഫക്റ്റും അതുപോലെ അതിൻ്റെ ടോക്സിസിറ്റീസും സ്റ്റഡി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ഡ്രഗ് ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ് ഫേസിലേക്ക് എൻ്റർ ചെയ്യുക. ഈ ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 phases ആണ്, ഡിപ്പെൻഡിങ് ഓൺ ദ ഡ്രഗ്. ചില കേസസിൽ പോസ്റ്റ് മാർക്കറ്റിംഗ് ഓൾസോ ഫേസസ് ദെയർ ഇൻ ദ ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ്. സാധാരണഗതിയിൽ ഒരു മരുന്ന് നമ്മളതിനെ ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് എന്ന് പറയും. ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻ ഹ്യൂമനിലേക്ക് പോകുന്ന സമയത്ത് അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റഡി ഈസ് കോൾഡ് എ phase 1 സ്റ്റഡി. ആ phase 1 സ്റ്റഡിയിൽ എന്താ നോക്കുക എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഈസ് ദിസ് ഡ്രഗ് സേഫ് ഇൻ ഹ്യൂമൻസ്. അതാണ് ടോക്സിസിറ്റി ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ
that we are looking into. അത് ക്ലിനിക്കൽ സ്റ്റഡിയുടെ ഭാഗമാണോ? Yes, that's a clinical study, phase 1 of the clinical development. ഇനിയിപ്പോൾ അത് നമ്മൾ സേഫ് ആണെന്ന് ഹ്യൂമൻസിൽ കണ്ട അത് ഒരു up to 20 patients are enrolled in these cases. അപ്പോൾ ഈ പേഷ്യൻസിനെ എങ്ങനെ കിട്ടുന്നത്? വോളണ്ടിയേഴ്സ് ആണോ? അത് ചില ഡ്രഗ്സിന് നോർമൽ വോളണ്ടിയേഴ്സ് നോർമൽ പീപ്പിൾ ആവാം, വോളണ്ടിയേഴ്സ് ആവാം. പക്ഷേ ഈ ക്യാൻസർ ഡ്രഗ് ട്രീറ്റ്മെൻറ്റിൽ എന്താ വെച്ചാൽ പലപ്പോഴും 2 or 3 lines of therapy ഫെയിലിയർ ചെയ്തതാവാം. അവരെയാണ് ഇങ്ങനെയുള്ള ഇതിനകത്തായിട്ട് there is a hope for those patients. വേറെ ഓപ്ഷൻ ഇല്ല. മേ ബി there is a hope that these medicines may work in them. അതാണ് phase 1-ലുള്ള ക്യാൻസർ സ്റ്റഡിയിലും മറ്റ് സ്റ്റഡീസുമായിട്ടുള്ള വ്യത്യാസം. ഇതിൽ സേഫാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ phase 2 എന്നുള്ള ഒരു ഇതിലേക്ക് പോകും. വേർ ദേ ടെസ്റ്റ് ഫോർ ഇതിന് മെഡിസിൻ ഇഫക്റ്റ് ഉണ്ടോ എന്നറിയാനുള്ള ഫേസാണത്. അതുപോലെ തന്നെ സേഫ്റ്റിയും കൂടി നോക്കും അറ്റ് ദ സെയിം ടൈം ബോത്ത്. ഇതൊരു മേ ബി 100 patients. ഇറ്റ്സ് ആൻ എക്സ്പാൻഷൻ ഫേസ് ഓഫ് ദ ഫസ്റ്റ് വൺ. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ കൺഫർമേറ്ററി ഫേസ് ടു ടെസ്റ്റ് ദ എഫിക്കസി ആൻഡ് ദി ടോക്സിസിറ്റി. അതാണ് phase 3. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഡ്രഗ് ഈസ് then you have to submit paperwork from results from all these studies to the FDA. അങ്ങനെയാണ് ഒരു ഡ്രഗിന് അപ്രൂവൽ കിട്ടുന്നത്. ചില കേസസിൽ ഈ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് മാർക്കറ്റിംഗ് ലോങ് ടേം സ്റ്റഡീസ് ഉണ്ട്. ഇതിൻ്റെ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും ഈ ഡ്രഗിന് എന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ടോക്സിസിറ്റി പ്രൊഫൈൽസ് ഉണ്ടാവാം. അതൊക്കെ സ്റ്റഡി ചെയ്യാനുള്ളതാണ് ഒരു phase 4. അത് അങ്ങനെ കണ്ടിന്യൂസ് സ്റ്റഡിയാണ്. അത് ഇറ്റ്സ് ഓൺ ഗോയിങ്. അറ്റ് ദ സെയിം ടൈം ദ ഡ്രഗ് ഈസ് ബീങ് യൂസ്ഡ് ഇൻ ദ പേഷ്യൻസ്. ഇറ്റ്സ് എ റിയൽ ടൈം സ്റ്റഡി. അതാണ്. പക്ഷെ സാധാരണ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു നമ്പർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 in 5,000 compounds if you screen will enter into the preclinical phase. And only one of them get approved into the അത്രയും കുറവാണ് ഡ്രഗ് അപ്രൂവലായിട്ട് വരുന്നത്. ഇത് ഞാൻ പറയുന്നത് ഒരു സ്മോൾ മോളിക്യൂൾസിൻ്റെ കേസിലാണ്. പക്ഷേ ഇപ്പോഴത്തെ കറൻറ്റ് തെറാപ്പീസിൽ ഈ സെൽ തെറാപ്പീസും ആൻറ്റിബോഡി തെറാപ്പീസും ഒക്കെ വന്നപ്പോൾ കുറച്ചും കൂടി the frequency, the number of compounds that enter into the clinic and gets approved is much more. പിന്നെ ഇതിൻ്റെ ഒരു എൻറ്റർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺ ആൻ ആവറേജ് ഇറ്റ് ടേക്സ് 10 to 14 years എടുക്കും. അതായിരുന്നു എൻ്റെ അടുത്തൊരു ചോദ്യം, എത്ര സമയം എടുക്കും എന്നുള്ളത്. ഒരു പ്രോജക്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ അപ്രൂവൽ ഫേസിലേക്ക് എത്ര സമയം? 10 to 14 years. It cost billions of dollars and 10 to 14 years in general. But ഇപ്പോഴത്തെ ഈ സെൽ തെറാപ്പീസ് ഒക്കെ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ഫാസ്റ്റർ അപ്രൂവൽ റേറ്റ് ആണ്. കാരണം it's complicated in the sense, but it is less intense than the small molecules. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ സെൽ തെറാപ്പിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സമീപകാലത്ത് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് രംഗത്ത് പുതുതായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്? വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇപ്പം US-ൽ most advanced is personalized medicine. അതിൽ എന്താണെന്ന് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ് ഇൻഡിവിജ്വൽ പേഷ്യൻസ് ആസ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഒരു ആൾക്കുണ്ടാകുന്ന ക്യാൻസറും മറ്റൊരാൾക്കുണ്ടാകുന്ന ക്യാൻസറും തമ്മിൽ അതിൻ്റെ പ്രൊഫൈൽസിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ചെയ്യണത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് അപ്രൂവൽ കിട്ടിയ ഒരു തെറാപ്പിയാണ് സെൽ തെറാപ്പി. എങ്ങനെയാണ് അത് ചെയ്യാന്ന് ചോദിച്ചാൽ അതിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അതിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു കോമ്പൗണ്ടാണ് ഇപ്പോൾ അപ്രൂവ്ഡ് ആയത്. അതിൽ യു ടേക്ക് ഇമ്മ്യൂൺ സെൽസ് ഫ്രം ദ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്ത് ഇൻ വിട്രോ അത് നമ്മൾ പുറത്ത് സെൽ ആൻഡ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് അതിനെ ജനറ്റിക്കലി എൻജിനീയർ ചെയ്യുക. അതിൽ സർട്ടൻ റിസപ്റ്റേഴ്സ് നമ്മൾ എൻജിനീയർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ സെൽസ് നോർമലി ദേ ക്യാനോട്ട് അറ്റാക്ക് ദ ട്യൂമർ. ഉണ്ടെങ്കിൽ ട്യൂമർ വരില്ലല്ലോ പേഷ്യൻറ്റിൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി ആർമറിങ് ദോസ് സെൽസ് with those receptors by engineering them. എന്നിട്ട് നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് ഔട്ട്സൈഡിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് അത് തിരിച്ച് ആ പേഷ്യൻറ്റിന് തന്നെ കൊടുക്കും. അപ്പോൾ അതിന് നല്ല സക്സസ് റേറ്റ് ആണ്. ഒരു
മോർ ദാൻ 80% ഒബ്ജക്റ്റീവ് റെസ്പോൺസ് റേറ്റ് കാണിച്ചിട്ടുള്ള തെറാപ്പിയാണത്. അത് ആക്ച്വലി ഇറ്റ്സ് അപ്രൂവ്ഡ് ഫോർ ലിംഫോമ. അപ്പം ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രീറ്റബിൾ ക്യാൻസേഴ്സ് നൗ. ഡോക്ടർ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സംബന്ധമായ പഠനത്തിലും പ്രവർത്തനത്തിലുമാണല്ലോ ഏർപ്പെട്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് പറയാമോ? അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡ്രഗ്സ്, ഏതൊക്കെ ഡ്രഗ്സ് അല്ലെങ്കിൽ എത്ര ഡ്രഗ് ക്ലിനിക്കൽ സ്റ്റഡീസിന് പോയിട്ടുണ്ട്? ഞാൻ ആദ്യം വർക്ക് ചെയ്യാൻ PhD കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു കമ്പനി കോളിംഗ് ഡ്രഗ്സാണ്, അത് DC-യിലുള്ള ഒരു കമ്പനിയാണ്, അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഫോക്കസ് സെൽ ആൻഡ് ജീൻ തെറാപ്പിയാണ്. അതിൽ ഒരു ഇമ്മ്യൂൺ സെൽ ആണ്, ഡെൻഡ്രിറ്റിക് സെൽ എന്ന് പറയും. അതിൽ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത, ഇത് സെയിം തിങ്, പേഷ്യൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡെൻഡ്രിറ്റിക് സെൽസ് മോഡിഫൈ ചെയ്ത് തിരിച്ച് പേഷ്യൻസിന് തന്നെ കൊടുക്കും. അതായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റ് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദ ക്ലിനിക് വിച്ച് ഈസ് ഫോർ മെലനോമ. ഇത് മെലനോമ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഡിസീസാണ്. അത് സ്കിന്നിൽ വരുന്ന ഒരു തരം ക്യാൻസറാണ്, വെളുത്ത ആൾക്കാർക്ക് വരുന്ന ക്യാൻസറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ജീൻ തെറാപ്പി വിച്ച് യു ക്യാൻ ഇൻജെക്ട് ദോസ് വെക്ടേഴ്സ് ഡയറക്ട്ലി ഇൻ ടു ദ പേഷ്യൻറ്റ്. അതാണ് അത് 2 തരം ക്യാൻസറിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ട്രയലിലാണ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ദീസ് ഓൾ ഇൻ ക്ലിനിക്കൽ ട്രയൽസ്. അവിടുന്ന് ഞാൻ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് T-സെല്ലിലാണ്. ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഇൻ T-സെൽ ബേസ്ഡ് തെറാപ്പീസ് ഫോർ ക്യാൻസർ. അതിൽ ഒരു പൈനിയറായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ഒരു ക്ലിനീഷ്യൻ, ഓൾസോ എ സയൻറ്റിസ്റ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ റിസർച്ച് ഫെലോ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഒരു 2-3 കൊല്ലത്തോളം. അവിടെ നിന്നാണ് ആക്ച്വലി ദ ഫസ്റ്റ് ദ അപ്രൂവൽ ഓഫ് ദിസ് ഡ്രഗ് കറൻ്റ്ലി ഫോർ ലിംഫോമ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ പാർട്ടായിരുന്നു. പിന്നെ സെവറൽ അതർ ട്രീറ്റ്മെൻറ്റ്സ് ആർ ഓൾറെഡി they are being taken by other biotech companies and it's just development in the development stages. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഹ്യൂസ്റ്റണിൽ വേറൊരു മാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയി. അവിടുന്ന് 2 ഡ്രഗ് ഇറ്റ്സ് ഓൾറെഡി വെൻ ടു ദ ക്ലിനിക്കൽ ട്രയൽസ്. ഇറ്റ്സ് ഓൾസോ സെൽ ബേസ്ഡ് തെറാപ്പീസ്. അതിന് ശേഷം ഞാൻ സെൽജീനിൽ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. I was helping them take all the cell therapies into the clinic and also avade oru NK cell therapy ennu parayna it's another different type of cell that is used for the treatment of cancer. Adum it's already in the clinical trials. Avadna ipo njan Cellectex ennu parna company il work cheyunu. Cellectex ennu parayna company avaru edakke meghalagilana avarude pravarthanangal? സെലക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാരീസ് ബേസ്ഡ് കമ്പനി. ഞാനിപ്പോൾ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം വെരി പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻറ്റിൻ്റെയും ബ്ലഡ് എങ്ങനെ കളക്ട് ചെയ്തു നമ്മൾ ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്ത് തിരിച്ചു കൊടുക്കുന്നു. ഐ സേ ഇറ്റ് ഇൻ വെരി ഈസി വേ. ദിസ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. വിത്ത് ലോട്ട് ഓഫ് റെഗുലേഷൻസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദിസ്. വളരെ സിമ്പിളായിട്ട് പറയുന്നു എന്ന പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. അവിടെ ഇപ്പം നമ്മൾ ഈ ചില പേഷ്യൻസിൽ എന്താ പ്രോബ്ലം, എസ്പെഷ്യലി ഈ ലിംഫോമ പേഷ്യൻസ് അല്ലെങ്കിൽ AML പേഷ്യൻസ്, ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസീസ് ഉള്ള പേഷ്യൻസിൽ നല്ല സെൽസ് കിട്ടാണ്ടാവില്ല നമുക്ക് എൻജിനീയർ ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സെലറ്റിക്സ് ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ അലോജനിക് സെൽ തെറാപ്പി എന്ന് പറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ ഹെൽത്തി ഡോണേഴ്സിൽ നിന്ന് ബ്ലഡ് എടുക്കുക, എന്നിട്ട് യു എൻജിനീയർ ദ നോർമൽ ഡോണർ, സോ യു മേക്ക് മോഡിഫിക്കേഷൻസ് ടു ദ സെൽ സോ ദാറ്റ് ഇറ്റ് വോണ്ട് ബി റിജക്റ്റഡ് ഫ്രം ഈച്ച് പേഷ്യൻറ്റ്. ഡിഫറെൻറ്റ് പേഴ്സൺ. അതാണ് അലോജനിക് എന്ന് പറയുന്നത്. നമ്മളുടേതല്ലാത്ത ഒരു ബ്ലഡ് നമ്മളിലേക്ക് തിരിച്ചു കൊടുക്കുന്നത്. അതിനെ വെച്ചാൽ ബോഡിയിൽ റിയാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം ജനറ്റിക് മോഡിഫിക്കേഷൻസ് നടത്തിയിട്ട് ഈ പറഞ്ഞ റിസപ്റ്റേഴ്സ് അതിൽ എൻജിനീയർ ചെയ്തിട്ട് ഡിഫറെൻറ്റ് പേഷ്യൻസിന് കൊടുക്കുന്നതാണ് സെലറ്റിസിൻ്റെ ടെക്നോളജി. സെലറ്റിസ് റൈറ്റ് നൗ ഒരു അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ ഉണ്ട്, അതിനും ലിംഫോമ. It's a different forms of lymphoma. Lymphoma is not a single disease. It has different types of lymphomas are there. So for acute lymphoblastic lymphoma ഇപ്പം അടുത്ത ഡ്രഗ് അത് രണ്ടും ഓൾറെഡി ഇൻ ക്ലിനിക്കാണ്. ഞാൻ അടുത്തത് ഫയൽ ചെയ്യാൻ പോവാണ് 2 മാസത്തിനുള്ളിൽ മൾട്ടിപ്പിൾ മൈലോമയ്ക്ക് വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓൾസോ
മൾട്ടിപ്പിൾ മൈലോമ എന്ന ഡിസീസ് ഒരു 60+ ഇയേഴ്സ് ഉള്ളവരിൽ കൂടുതലായിട്ട് കാണുന്ന ക്യാൻസറാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് പേഷ്യൻസിന് മഹാമോശമാണ്. സോ ദാറ്റ് ഈസ് എയിമിങ് ടു ട്രീറ്റ് ദോസ് കൈൻഡ് ഓഫ് പേഷ്യൻസ്. അതാണ് സെലറ്റിക്സിൻ്റെ ഇൻ ജനറലുള്ള ഒരു പ്രവർത്തനം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡ്രഗ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അപ്രൂവൽ കിട്ടിയെന്ന് വിചാരിക്കുക, ഈ കമ്പനികൾ തന്നെയാണോ ഈ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്നത്, അവരെ പേറ്റന്റ് മറ്റൊരാൾക്ക് കൊടുക്കും? എങ്ങനെയാണ് അതിൻ്റെ സാധാരണ? ഇപ്പോൾ അത് പല ഇപ്പോൾ ചില ഇപ്പോൾ NCAയിൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിലായിരുന്നു, ക്ലിനിക്കൽ ട്രയൽ ഫേസസിലായിരുന്നു. പക്ഷേ ഈ phase 3 എന്ന് പറഞ്ഞാൽ വലിയ കൺട്രോൾഡ് സ്റ്റഡീസാണ്. ആ സ്റ്റഡീസിൽ ഈ മെറ്റീരിയൽസിനൊക്കെ കൺട്രോൾസ് വേണം. അപ്പോൾ നമ്മൾ പിന്നെ മൾട്ടി സെൻട്രൽ ട്രയലാണിത്, ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ദ വേൾഡ്, ത്രൂ ഔട്ട് ദ കൺട്രി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു യു ഹാവ് ടു coordinate and get it together, right? അങ്ങനെ റെഗുലേറ്ററിക്ക് നമ്മൾ അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ എല്ലാ കമ്പനീസിനും അതിനുള്ള ഒരു ഫെസിലിറ്റീസ് മാനുഫാക്ചർ ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ സ്മോൾ കമ്പനീസ് വിൽ ബി ബോട്ട് ബൈ ബിഗർ ബയോടെക്സ്. ഇപ്പോൾ സെൽജീൻ അതിനൊരു എക്സാമ്പിളാണ്. സെൽജീൻ വിൽ ബൈ അതർ കമ്പനീസ്, സ്മോളർ കമ്പനീസ് വിച്ച് ഹാവ് ഡ്രഗ്സ് ഇൻ ദ ക്ലിനിക്. അപ്പോൾ അവരാണ് ഇത് അപ്രൂവൽ ആയാലും മാനുഫാക്ചറിങ്ങിനും ഇതുമൊക്കെ ചെയ്യണം. ഈ അമേരിക്കയിൽ ഇത്രയും സ്റ്റഡീസ് അല്ലെങ്കിൽ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അമേരിക്കയുമായിട്ട് ഇന്ത്യയെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെവിടെ നിൽക്കുന്നു? ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഞാൻ ബയോടെക്നോളജി രംഗത്ത് വേണമെങ്കിൽ പറയാം, ഇന്ത്യ ടോപ്പ് 15 കൺട്രീസ് നമ്മൾ ലോകത്തെടുത്താൽ ഇന്ത്യ ഫോൾസ് ഇൻ ടു ദാറ്റ് ടോപ്പ്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്ന ഒരു സെൽ തെറാപ്പി എൻ്റെ അറിവിൽ ഇന്ത്യയിൽ നടക്കുന്നില്ല. കാരണം അതിന് റിക്വയർസ് എ ലോട്ട് ഓഫ് റിസർച്ച്, ലോട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ലോട്ട് ഓഫ് മണി ടു. നമ്മൾ കുറച്ചും കൂടി ആ മേഖലയിൽ ഇനിയും ഡെവലപ്പ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, ആക്ച്വലി ജനറിക് മെഡിസിൻസ്, ഇന്ത്യ ഈസ് it's one of the leading companies too, leading countries too. അതിൽ മാനുഫാക്ചറിങ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ GMP മാനുഫാക്ചറിങ് പ്ലാന്റ് എന്ന് പറയും. അത് US കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. പിന്നെ നമ്മളുടെ വാക്സിൻ ഡെവലപ്മെൻറ്റ് നോക്കിയാൽ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വേൾഡിലെ നമ്പർ 1 പ്രൊഡ്യൂസർ ഓഫ് ദ വാക്സിനാണ് ഇന്ത്യ. ചില മേഖലകളിലൊക്കെ ഉണ്ട്, പക്ഷേ ഈ മേഖലകളിൽ എസ്പെഷ്യലി ക്യാൻസർ, ഇമ്മ്യൂണോതെറാപ്പി മേഖലകളിൽ നമ്മൾക്ക് ഇനിയും ദൂരം പോകാനുണ്ടെന്നാണ് എൻ്റെ ഒരു. സ്കൂൾ കോളേജ് കാലയളവിൽ ഡോക്ടർ നല്ലൊരു പ്രഗത്ഭയായ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ ജൂനിയർ ഇന്ത്യൻ ടീമിൽ വരെ സെലക്ഷൻ കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, കായിക രംഗത്ത് എന്തൊക്കെ സംഭാവനകൾ നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ച സ്കൂള് കായംകുളം സെൻറ്റ് മേരീസ് ആണ്. അവിടെ എല്ലാ സ്പോർട്സിനും നമ്മുടെ ഹെഡ് മിനിസ്റ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ യു ക്യാൻ നോട്ട് ബി ബാക്ക് അവേ ഫ്രം സ്റ്റഡീസ്. അതായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലും അത് നിർബന്ധമായിരുന്നു, പഠിച്ചില്ലെങ്കിൽ കളിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബാസ്കറ്റ്ബോൾ. അങ്ങനെ ഞാൻ 8th ഞങ്ങളുടെ സ്കൂള് അന്ന് സ്റ്റേറ്റ് വിന്നേഴ്സാണ്. ഇപ്പോൾ സബ് ജൂനിയർ എടുത്താലും ഇന്റർ സ്കൂൾസ് എടുത്താലും ബാസ്കറ്റ്ബോളിന് വി വർ ഓൾവേസ് ദ വിന്നേഴ്സ്. ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും വിന്നേഴ്സായിരുന്നു. അങ്ങനെ 8th ഗ്രേഡിൽ ഞാൻ പഠിക്കുന്ന സമയത്താണ് സബ് ജൂനിയർ മിനി, അന്നും നമ്മുടെ സ്കൂൾ വിൻ ചെയ്തു. സോ അങ്ങനെ നമ്മൾ കേരള ടീമിലേക്ക് സെലക്റ്റഡായി. അവിടുന്ന് ആക്ച്വലി വി റെപ്രസെൻറ്റഡ് കേരള ആൻഡ് വി വർ ദ റണ്ണേഴ്സ് ദാറ്റ് ടൈം. ആൻഡ് ദെൻ ആക്ച്വലി 4 പേരെ കേരള ടീമിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെയാണ് സബ് ജൂനിയറാണ്, ജൂനിയർ അല്ലേ, സബ് ജൂനിയർ ഇന്ത്യൻ ടീമിൽ ഉണ്ടായി. അസോസിയേഷൻ ഓഫ് കേരള വെച്ച് നോർത്ത് അമേരിക്ക അതിന്റെ സെക്രട്ടറി ആയിരുന്നല്ലോ. ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അമേരിക്കൻ AKVNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേരളത്തിൽ നിന്നുള്ള വെറ്റ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അത് നോർത്ത് അമേരിക്കയിൽ മോസ്റ്റ്ലി എന്നെപ്പോലെ ഒരുപാട് വെറ്റ്സ് ഇവിടെ പല പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ചിലർ വെറ്റിനറി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നല്ല രീതിയിൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് ഏരിയയിലും അല്ലാതെ വേറെ പല മേഖലകളിലും, ബട്ട് എവറിത്തിങ് റിലേറ്റഡ് ടു വെറ്റിനറി ഓർ മെഡിസിൻ, ദേ ആർ ഓൾ. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു 150ഓളം ആൾക്കാരുള്ള ഒരു സംഘടനയാണ്.
അങ്ങനെ നമ്മൾ ഒരുപാട് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും പിന്നെ ആനുവൽ മീറ്റിങ്സും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ അവിടുത്തെ നാട്ടിൽ അലുമിനി അസോസിയേഷൻ ഉണ്ട് വെറ്റ് സ്കൂളിൽ, അവരുമായിട്ട് ചേർന്നിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും കുറച്ച് ചാരിറ്റി ആക്ടിവിറ്റീസ്, പിന്നെ അതുപോലെ പഠിക്കാൻ പൈസയില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ വെറ്റിനറി കോളേജിലുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസും. പിന്നെ നമ്മൾ കുറച്ച് ഇപ്പോൾ ഉള്ള ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെറ്റ് സ്കൂൾസും നമ്മുടെ വെറ്റ് സ്കൂൾസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യിച്ചിട്ട് എങ്ങനെ നമ്മുടെ വെറ്റിനറി സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഹൗ ക്യാൻ ദേ ക്യാപ്ചർ ദീസ് ഓപ്പർച്യൂണിറ്റീസ് എന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചർച്ചയിലാണ് ഇപ്പോൾ. കുടുംബത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ജനിച്ചു വളർന്നത് നാട്ടിലാണ്, നാട്ടിൽ കായംകുളത്തെന്ന് പറഞ്ഞ ആലപ്പുഴയിലെ കായംകുളത്താണ്. നാട്ടിൽ അമ്മയുണ്ട്, ഒരു ബ്രദറുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചു, 2003 മരിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഗോപകുമാർ, അദ്ദേഹം ഒരു വെറ്റിനറി ഡോക്ടറാണ്. ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്. അല്ല, ഒന്നിച്ച് പഠിച്ചതല്ല, ഒരേ കോളേജിൽ പഠിച്ചതാണ്. പക്ഷേ ഈ വാസ് 3 years സീനിയർ ടു മീ. പിന്നെ ഒരു മകള് ഗൗതമി 11th grade പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ വീടും തൃശ്ശൂർ. പിന്നെ അവിടെ എൻ്റെ ഇൻലോസും ബ്രദർ ഇൻലോസും എല്ലാവരും ഉണ്ട്. അതാണ് എൻ്റെ. ഇപ്പം ന്യൂ ജേഴ്സി താമസിക്കുന്നു. വെറ്ററിനറി നാട്ടിലുള്ള സ്കൂൾ അല്ലെ കോളേജുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞു, അസോസിയേഷനുമായിട്ട്. നമ്മുടെ സമയം ഇപ്പോൾ ഏതാണ്ട് തീരാറായി. ഇപ്പോൾ വെറ്ററിനറി കോളേജിൽ അവിടെ പഠിച്ചു, അവിടെ ജോലി ചെയ്തു. അമേരിക്കയിൽ വന്ന് ഇപ്പം എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചും നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെറ്ററിനറി കോളേജ് ഒരു വെറ്ററിനറി ഡോക്ടർ, നാട്ടിലൊരു ഗസറ്റഡ് ഓഫീസർ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നുള്ളതല്ലാതെ ദർ ആർ ലോട്ട് ഓഫ് അതർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള പാസ്സായി വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? വെറ്ററിനറി മെഡിസിൻ എന്ന് പറഞ്ഞതൊരു, ഞാൻ പറഞ്ഞ പോലെ ഒരു നോബൽ പ്രൊഫഷനാണ്. അത് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, അത് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അവരോടൊന്നും ഞാൻ പറയില്ല അത് വിട്ടിട്ട് വേറെ എന്തിലേക്കെങ്കിലും പോകാൻ. അത് അവരുടെ പാഷനാണ്. സോ ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് ഫീൽഡ് and it's a good field to connect between the medical medicine and the people through the public health related activities. പിന്നെ ഈ ഡ്രഗ് ഡെവലപ്മെൻറ്റ് മേഖലയിലേക്കൊക്കെ കടന്നു വരാനുള്ള ഉള്ളവർക്ക് ഇതൊരു നല്ല മേഖലയാണ്. ഒരുപാട് എനിക്കറിയാവുന്ന ഞങ്ങളുടെ കൂടെ ഉള്ളവരും എനിക്ക് മുന്നും കോളേജിൽ പഠിച്ചവരും അതിനുശേഷം പഠിച്ചവരും ഒരുപാട് പേര് US തന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതേ മേഖലയിൽ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ പ്യുവർ സയൻസ് ഗ്രാജുവേറ്റ്സിന് കാണാൻ പറ്റാത്ത ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും ഈ വെറ്ററിനറി മെഡിസിൻ, ബിക്കോസ് യു ട്രീറ്റ് ദ പേഷ്യൻസ്, റൈറ്റ്? സോ അത് നമുക്ക് ഡ്രഗ് ഡെവലപ്മെൻറ്റ് മെത്തഡോളജിയിൽ അത് ഭയങ്കര ഉപകാരമാണ്. ആ ഒരു പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്ത് ഈ മേഖലയിലേക്ക് ഇറങ്ങി വരണമെന്നാണ് എനിക്ക് ഇനി പഠിച്ചിറങ്ങുന്ന കുട്ടികളോട് പറയാനുള്ളത്. അപ്പോൾ അമേരിക്കയിൽ ഹയർ സ്റ്റഡീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിവിധ മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, നമ്മുടെ സമയം ഏതാണ്ട് ഇവിടെ തീരുകയാണ്. എനിക്കറിയാം ഡോക്ടർ ഏകദേശം 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ന്യൂജേഴ്സിയിൽ ഞങ്ങളുടെ ന്യൂയോർക്കിലുള്ള സ്റ്റുഡിയോയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇത്ര സമയം ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി സമയം, പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു പ്രതിഭയെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കാണുക, കേൾക്കുക, അഭിമാനിക്കുക. നന്ദി, നമസ്കാരം.